നമസ്കാരം. നമ്മളൊരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി, ഗാർമെൻറ്റ്സ്, ടെക്സ്റ്റൈൽസ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു യൂസർ ഫ്രണ്ടായിട്ടുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ നോക്കാറുണ്ട്. ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് ചെറിയ രീതിയിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ അല്ല, ഒരു അഡ്വാൻസ് ലെവൽ, നോട്ട് ഓൺലി ബില്ലിംഗ് സോഫ്റ്റ്വെയർ, ബില്ലിംഗ്, അക്കൗണ്ടിങ് പ്ലസ് മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ. അതാണ് ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബില്ലിംഗ് അക്കൗണ്ടിങ് കൊണ്ട് ഒരിക്കലും നമുക്കൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ നമുക്കൊരു മാർക്കറ്റിംഗ് ഫീച്ചർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളറിയാതെ തന്നെ, നമ്മൾ കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടും മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ടെങ്കിൽ. അതായത് മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചർ ഞാൻ ഉദ്ദേശിച്ചത് വാട്സാപ്പ് ഇൻ്റഗ്രേഷൻ, ബൾക്ക് വാട്സാപ്പായിട്ട് ഇമേജസുകൾ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, നമ്മുടെ പുതിയ പ്രൊഡക്റ്റുകൾ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, കാറ്റലോഗ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയിട്ട് കസ്റ്റമർക്ക് സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ ഉള്ളൊരു സോഫ്റ്റ്വെയറാണ് Raintech POS Billing സോഫ്റ്റ്വെയർ. ഇത് ബ്യൂട്ടിഫുൾ. നമ്മളിതിൻ്റെ ഒന്ന് യൂസർ ഇൻ്റർഫേസ് ഒന്ന് നോക്കാം. എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതും എങ്ങനെയാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് പരീക്ഷിക്കാം. നമുക്ക് ADMIN അടിച്ചു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ ഓപ്പണായി വന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും A to Z, ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് ഫുള്ളി ലോഡഡാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സെയിൽ പാനൽ ഒന്ന് കാണിക്കാം. നമ്മളിവിടെ സെയിൽ പാനലുണ്ട്. നമ്മൾ കീബോർഡിൽ F1 കുത്തിയാൽ തന്നെ സെയിൽസ് പാനൽ ഓപ്പണായി വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻ്റർഫേസാണ് സെയിൽസ് പാനലിൻ്റെ. അപ്പോൾ ഈ സെയിൽസ് പാനലിലേക്കൊക്കെ വരുന്നത് നമുക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഇതിനകത്ത് ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് മാസ്റ്റർ എൻട്രി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ മാസ്റ്റർ എൻട്രി, അതോടൊപ്പം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ സ്ഥാപനം, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡമ്മി ഡേറ്റാസ് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ GST നമ്പർ ഉണ്ടെങ്കിൽ അത് ഇടുക, ഇല്ലെങ്കിൽ കോമ്പോസിഷൻ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യുക, ബാങ്ക് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് എല്ലാം ആഡ് ചെയ്യുക, അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുക, ബ്രാഞ്ച് നമ്പർ ആഡ് ചെയ്യുക, IFSC കോഡ് ആഡ് ചെയ്യുക. ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, പേയ്മെൻറ്റ് QR കോഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ കൂടി ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു 100 രൂപയുടെ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ സെയിൽസ് പാനൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ UPI അവിടെ QR കോഡ് ക്രിയേറ്റ് ആവും. അത് ഞാൻ നെക്സ്റ്റ് ഫർദർ വീഡിയോസിൽ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ലോഗോ, സ്ഥാപനത്തിൻ്റെ ലോഗോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഒരു വലിയൊരു ഫീച്ചർ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു ചെറിയൊരു പോർഷനാണെങ്കിൽ പോലും ഇതൊരു വലിയൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു QR കോഡ് ഈ എൻ്റയർ സോഫ്റ്റ്വെയറിൻ്റെ റിപ്പോർട്ടുകൾ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലേക്ക് കണക്ട് ചെയ്ത് റിപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ഈ ഒരു ഓപ്ഷൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഉണ്ടാക്കിയത്. കാരണം ഈ ഒരു യൂണിക് കോഡാണ് ഇവിടെ കമ്പനി ID എന്ന് പറയുന്നത്. ഈ ഒരു യൂണിക് കോഡ് ഓരോ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓരോ യൂണിക് കോഡ് ക്രിയേറ്റ് ആവും. ഈ യൂണിക് കോഡിൻ്റെ ബാർകോഡാണ് ഈ മുകളിൽ കാണിച്ചിരിക്കുന്നത്, QR കോഡ്. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിൻ്റെ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആ QR കോഡിൽ വെച്ചിട്ട് നമ്മൾ എവിടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ടോട്ടൽ സമ്മറി, അതായത് സെയിൽസ് എത്ര കിട്ടി, ഇന്നത്തെ സെയിൽസ് റിട്ടേൺ എത്ര, ഇന്നത്തെ പർച്ചേസ് എത്ര, ഇന്നത്തെ പ്രോഫിറ്റ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേൾഡ് വൈഡ് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അതിന് മുമ്പായിട്ട് പറയട്ടെ, ഇതൊരു ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്, SQL ഡേറ്റാബേസ് ആണ്. ഞാൻ ഈ VB.net പ്രൊജക്റ്റ്, നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അക്കൗണ്ടിങ് ബാങ്കിങ് സെക്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റാബേസ് ആണ്, SQL ഡേറ്റാബേസ്. ആ ഡേറ്റാബേസ് ആണ് ഈ സോഫ്റ്റ്വെയറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഇൻ ഹൗസിൽ ഫോർ എക്സാമ്പിൾ 10 PC ഉണ്ട്, 12 PC ഉണ്ട്, 15 PC ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ത്രൂ ഷെയർ ചെയ്ത് ഉപയോഗിക്കാം. ഒരു PC മാത്രം നമുക്ക് മാസ്റ്ററായിട്ട് വയ്ക്കാം, അതായത് സെർവറായിട്ട് വയ്ക്കാം. ബാക്കിയെല്ലാം നമുക്ക് യൂസറെ ക്രിയേറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ നമുക്ക് മൾട്ടിപ്പിൾ സെയിൽസ് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തുള്ളത്. അങ്ങനെ വളരെ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണത്. ഇതിൻ്റെ 1 by 1 വീഡിയോസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.